നമസ്കാരം. ചക്രം ബൈ ഇന്നർവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോണ്ടിനെന്റൽ GT യെ കുറിച്ചാണ്. ആയിരത്തി 1960-കളിൽ ഇംഗ്ലണ്ടിലെ യുവാക്കൾക്ക് വേണ്ടിയിരുന്നത് ഒരു നോർമൽ മോട്ടോർ സൈക്കിൾ അല്ലായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു സ്പീഡും സ്റ്റൈലിഷുമായിട്ടുള്ളൊരു ബീസ്റ്റ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ യുവാക്കൾ ചെയ്തത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. അതിനായിട്ട് അവർ വണ്ടിയുടെ പല പാർട്സും ലൈറ്റ് വെയ്റ്റ് പാർട്സിലോട്ട് റീപ്ലേസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഹാൻഡിൽ ലോവറും ചെയ്തു. സിംഗിൾ സീറ്റർ എന്നീ ഫീച്ചേഴ്സാണ് അവർ ആഡ് ചെയ്തത്. ഇതെല്ലാം അവർ എന്തിനു ചെയ്യുന്നത് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരു കഫേയിൽ നിന്നും മറ്റൊരു കഫേയിലോട്ട് റേസ് ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ ഉപയോഗിച്ചിരുന്നത്. ഈ റേസിനെയാണ് പറയുന്നത് കഫേ റേസിംഗ്. ഇതേ സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡ് ഇറക്കിയ ഒരു വണ്ടിയാണ് കോണ്ടിനെന്റൽ GT. അത് തന്നെ നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസിലോട്ട് പോകാം. ഇതിൽ വരുന്നത് 648cc ട്വിൻ പാരൽ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ റോയൽ എൻഫീൽഡ് ഇതിനൊരു വേറൊരു ഫീച്ചേഴ്സ് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിന് സിംഗിൾ സീറ്റർ അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ ഇതിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗാർഡ് പോലെ ഒരു ഇത് കാണാം. ഈ ഗാർഡ് ശരിക്കും നമ്മള് ഈ ഇരിക്കുന്ന പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ഈ ലെഗ് നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ടൈമിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. തട്ടാതിരിക്കുന്ന വെച്ചാൽ നമുക്കിത് കാണുമ്പോൾ ഈ തട്ടുമ്പോൾ ഓക്കെ എഞ്ചിന്റെ അടുത്ത് എത്തി, എഞ്ചിന്റെ ഹീറ്റ് കാലിൽ തട്ടാതിരിക്കാനായിട്ട് നമുക്ക് റിമൈൻഡർ തരാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണിത്. പിന്നെ എനിക്ക് ഈ വണ്ടി ഓട്ടിക്കുന്ന കുറച്ച് ആൾക്കാര് ഈ റോങ് രീതിയിൽ ഇരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് പൊസിഷനിലെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫുഡ് റെസ്റ്റിൽ കാല് വെച്ച് ചില ആൾക്കാർ ബുള്ളറ്റ് ഓടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാവരും അല്ല. അത് ഈ ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും കുറച്ച് ബാക്കിലോട്ട് ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് ഈ കൈ ഇങ്ങനെ വെക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. എങ്കിലേ ഈ ഒരു കറക്റ്റ് ഇമോഷൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാര്യം ഇതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 20-30 ഒരു 40 എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടാൻ തോന്നും. ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൊടുക്കാൻ, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കൊടുക്കാൻ. അങ്ങനെ ഒരു അഡ്രിനൽ റഷ് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ ഓട്ടിക്കുന്ന സമയത്ത് കുറച്ച് ലോങ് പോകണമെന്നുണ്ടെങ്കിൽ ഈ റോങ് പൊസിഷൻ ഇരിക്കുന്ന നമുക്ക് നടുവിനൊക്കെ നല്ല പെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ മീറ്റർ കൺസോളിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് ബോർഡും വരുന്നുണ്ട്, റൈറ്റ് ബോർഡും വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് ബോർഡ് നോക്കുകയാണെന്നുള്ള സ്പീഡോമീറ്ററും, റൈറ്റ് ബോർഡ് വരുമ്പോൾ ടാക്കോമീറ്ററാണ് വരുന്നത്. ലെഫ്റ്റ് ബോർഡ് നോക്കുന്നത് താഴെയായിട്ട് ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഡിസ്പ്ലേക്ക് നമുക്ക് ഫ്യൂൽ ഗേജും ട്രിപ്പ് മീറ്ററും പിന്നെ ഇതുവരെ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ബോർഡിനകത്ത് ടാക്കോമീറ്റർ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇൻഡിക്കേഷൻ ലൈറ്റ്സും വരുന്നുണ്ട്. അതായത് ന്യൂട്രൽ ആണോ അല്ലേന്ന് അറിയാനായിട്ടും, പിന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സ്വിച്ച് സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്, ലോ ബീം, ഹൈ ബീമും ആണ് വരുന്നത്. പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ ഹോണും വരുന്നുണ്ട്. നമ്മൾ റൈറ്റ് സൈഡ് ഹാൻഡിൽ ബാറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹിൽ സ്വിച്ചും, പിന്നെ താഴെയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസാർഡ് ലാംപ്സിന്റെ സ്വിച്ചസും കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അത് ഞാൻ ഓർമ്മിക്കേണ്ട ആവശ്യമില്ലല്ലോ.